നീണ്ട ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷം അടുത്ത 5 വർഷത്തേക്ക് കേരളം ഭരിക്കുന്നത് ആരാണെന്നുള്ള ഒരു കാത്തിരിപ്പിന് വിരാമമാകും അല്ലേ. നാളെ ഒരു ഉച്ചയോടുകൂടി നമുക്ക് മെയ് 4-ന് റിസൾട്ട് അറിയാൻ പറ്റും. കോൺഗ്രസ് ആണ് അഥവാ അധികാരത്തിൽ വരുന്നതെങ്കിൽ നമുക്ക് 5 വർഷത്തേക്കിന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ചരിത്രം അങ്ങനെയാണ്. കരുണാകരനെ ഇടയ്ക്ക് നമ്മൾ വെട്ടി പുറത്താക്കിയത് ഓർക്കുന്നുണ്ടല്ലോ. ആന്റണിയെ മുന്നിൽ നിർത്തി ഉമ്മൻചാണ്ടി ചരട് വലിച്ച് നമ്പിനാരായണൻ കേസ്, അതായത് ചാരവൃത്തി കേസിൽ കരുണാകരനെ വലിച്ച് താഴെയിട്ടതുപോലെ കെ ആന്റണിയെ വലിച്ച് താഴെയിടാനുള്ള ശ്രമം ഉമ്മൻചാണ്ടി പുറകിൽ നിന്ന് ചരട് വലിച്ചത് ഓർക്കുന്നുണ്ടോ. അതേപോലെ തന്നെ സോളാർ കേസും കൊണ്ടുവന്നു. എന്താ ഒരു ഭാഗ്യം കൊണ്ട് ഉമ്മൻചാണ്ടി അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. അത് കോൺഗ്രസിന് ഉള്ളിൽ തന്നെയുള്ള ഒരു പടലപ്പിണക്കത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. കോൺഗ്രസിൻ്റെ ചരിത്രം അങ്ങനെയാണ്. കോൺഗ്രസിന് ഉള്ളിൽ തന്നെയുള്ള കാലുവാരലും കുതികാൽ വെട്ടലും കൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് പല സമയത്തും 5 വർഷം കംപ്ലീറ്റ് തയ്ച്ച് ഭരിക്കാനുള്ള ചില സന്ദർഭങ്ങൾ നഷ്ടമായിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. മുഖ്യമന്ത്രി ആരാണെന്നുള്ളതിൻ്റെ പേരിൽ തന്നെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അടി തുടങ്ങി. കോൺഗ്രസ് തോൽക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നുള്ള പേരിൽ അടി തുടങ്ങും. അടിയോടടി എവിടെ നോക്കിയാലും അടിയില്ലെങ്കിൽ ഈ കോൺഗ്രസ് ഇല്ല, കോൺഗ്രസ് ഇല്ലെങ്കിൽ അടിയില്ല എന്നുള്ളത് ഒരു വസ്തുതയായി മാറിയിരിക്കുകയാണ്. ഈ തമ്മിൽ തല്ലും കുതുകാൽ വെട്ടലിനുമൊക്കെ മാധ്യമപ്രവർത്തകരും നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ടല്ലോ, ജനാധിപത്യ പാർട്ടിയാണ്. അങ്ങനെ അങ്ങ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാമല്ലോ. അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ അടിയും പിടിയൊക്കെ നടക്കുന്നതെന്നാണ് നിഷ്പക്ഷ മാധ്യമപ്രവർത്തകരും നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. അഥവാ കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വന്നില്ല എങ്കിൽ കോൺഗ്രസിനെ ഈ രൂപത്തിലും ഭാവത്തിലും നമുക്ക് ഇനി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം കോൺഗ്രസിലെ നല്ലൊരു ശതമാനം നേതാക്കന്മാരും അനുയായികളും മറ്റു പല പാർട്ടിയിലേക്കും ചേക്കേറും. BJP-യിലേക്കായിക്കോട്ടെ, ഇടതുപക്ഷത്തെ പ്രസ്ഥാനങ്ങളിലേക്കായിക്കോട്ടെ. പിന്നെ ചില നേതാക്കന്മാരും അനുയായികളും സ്വന്തമായിട്ട് തന്നെ പാർട്ടി വരെ രൂപീകരിക്കും. പിന്നെ BJP-യുടെ ഒരു കണക്കൂട്ടൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ് ഇവിടെ ഈ പ്രാവശ്യം കൂടി അധികാരത്തിൽ വരരുത്, വന്നു കഴിഞ്ഞാൽ BJP-ക്ക് ഇവിടെ വളർച്ച ഉണ്ടാവില്ല. കോൺഗ്രസ് അധികാരത്തിലെത്താതെ ഈ പ്രാവശ്യം കൂടി പ്രതിപക്ഷത്തിരുന്നതിന് ശേഷം കുറെ നേതാക്കന്മാരെയും അനുയായികളെയും BJP-യിലേക്ക് അടർത്തിയെടുക്കാമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ കൂടി BJP വെച്ച് പുലർത്തുന്നുണ്ട്. BJP അധ്യക്ഷൻ പറഞ്ഞത് 60 സീറ്റിനപ്പുറം നേടാൻ കോൺഗ്രസിന് ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞതും. ഇടതുപക്ഷം എന്ന പ്രസ്ഥാനം അധികാരത്തിന് പുറകെ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് മാത്രമല്ല അവർ ജനനന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, പ്രതിപക്ഷത്തായിരുന്നാലും ഈ പൊതിച്ചോറുകളും അല്ലെങ്കിൽ അതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് DYFI എന്ന സംഘടന അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം മുമ്പോട്ട് പോകുക തന്നെ ചെയ്യും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കടമകൾ മാത്രം നിർവഹിച്ചു പോകുന്ന ഒരു സമ്പ്രദായമാണ് കണ്ടുവരുന്നത്. ഇടതുപക്ഷത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തർപ്രദേശിൻ്റെ നോയിഡ എന്ന സ്ഥലത്തിപ്പോൾ സമരങ്ങൾ നടക്കുകയാണ്. തൊഴിലാളികൾക്ക് വേതനം കൂട്ടിക്കൊടുക്കാൻ, അതായത് ഒരു 8 മണിക്കൂർ പണിയെടുത്താൽ, രാവിലെ 8 തൊട്ട് വൈകിട്ട് 5 മണി വരെ പണിയെടുത്താൽ ഒരു തൊഴിലാളിക്ക് കിട്ടുന്നതിൻ്റെ കൂലി എന്ന് പറഞ്ഞാൽ 300 രൂപയാണ്. ആ കൂലി കൂട്ടാനായിട്ടുള്ള അവിടെ സമരം നടക്കുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണയുമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് അവിടെ നയിക്കുന്നത്. അവിടെ പാർട്ടി ഉണ്ടായിട്ടല്ല, ആ സമരത്തിന് പിന്തുണ നൽകി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയാണ് അവർ വിളിച്ചോതുന്നത്. കർഷക റാലി, കർഷക സമരം ബോംബെയെ ഇളക്കി മറിച്ച ഒരു സമരമായിരുന്നു. ബോംബെയിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പല സംസ്ഥാനങ്ങളിലോ ഇടതുപക്ഷം അധികാരത്തിലിരുന്നുകൊണ്ട് മാത്രമല്ല ആ സമരം വിജയിച്ചത്. BJP-ക്കെതിരെ ഒരു സമരം ചെയ്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ പ്രസ്ഥാനം നടത്തിയ കർഷക റാലി, കർഷക സമരം തന്നെയായിരുന്നു. ബോംബെയെ, മഹാരാഷ്ട്രയെ ചുവപ്പിച്ചുകൊണ്ട് ആ കർഷക റാലി വളരെ വിജയമായിട്ട് മുന്നേറാൻ സാധിച്ചു. അത് ഇടതുപക്ഷം അധികാരത്തിലില്ലെങ്കിൽ പോലും ഇടതുപക്ഷത്തിന് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇടതുപക്ഷം ഒരു പക്ഷേ ഈ ഇലക്ഷനിൽ വളരെ ചെറിയ മാർജിനിൽ തോറ്റാൽ പോലും അവർക്ക് ഒന്നും സംഭവിക്കാനില്ല. കാരണം കഴിഞ്ഞ 10 വർഷം അധികാരത്തിലിരുന്ന ഒരു പാർട്ടിയാണ്. ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ പറ്റില്ല. അങ്ങ് ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ കോൺഗ്രസ് ഒരു 90-100 സീറ്റിന് അധികാരത്തിലെത്തണം, എങ്കിലേ ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഉമ്മൻചാണ്ടി അധികാരത്തിലിരുന്ന പോലെ 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലിരുന്നു, കഷ്ടിച്ച് ഭരണം പിടിച്ചെടുത്തു എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് നാളെ മെയ് 4-ന് ഒരു ഉച്ചയോടുകൂടി അടുത്ത കേരളം ഭരിക്കാനുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിധി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും